നിങ്ങൾക്ക് മുഖത്തോ വായ്ക്ക് ചുറ്റുമോ വിരലുകളുടെ നക്കിൾസിലോ സ്കിൻ ഇങ്ങനെ ഡാർക്കായി വരുന്നുണ്ടോ എങ്കിൽ അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണമാണോ എന്ന് ചെക്ക് ചെയ്യണം. വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം സ്കിൻ ഡാർക്ക് ആകും. ഏതൊക്കെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ് സ്കിന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെ അത് തിരിച്ചറിയാം, ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അതെ, ചില വൈറ്റമിൻ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസിൽ പിഗ്മെന്റേഷൻ ഉണ്ടാകാം. അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. വൈറ്റമിൻ B12 വളരെ കുറയുമ്പോൾ സ്കിൻ പിഗ്മെന്റേഷന് മാറ്റം വരാം. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകുകയും ചെയ്യും. പ്രത്യേകിച്ച് കൈവിരലുകളുടെ നക്കിൾസ്, കൈകാലുകൾ, വായ്ക്ക് ചുറ്റുമുള്ള ഭാഗം കൂടുതൽ ഡാർക്കായി കാണാം. പക്ഷേ സ്കിന്ന് കൂടുതൽ ഡാർക്ക് ആയതുകൊണ്ട് വൈറ്റമിൻ B12 കുറവാണെന്ന് തീരുമാനിക്കാൻ കഴിയില്ല. B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ക്ഷീണം, ബലക്കുറവ്, വേദന അല്ലെങ്കിൽ സോർനെസ്, കൈകാലുകളിലെ മരവിപ്പ് അല്ലെങ്കിൽ ടിംഗ്ലിംഗ് ഇതുപോലുള്ള മറ്റ് സിംറ്റംസും ഉണ്ടാവാം. മറ്റൊരു കാര്യം ഫോളേറ്റ് ഡെഫിഷ്യൻസി പോലുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ആണ്. ചില സാഹചര്യങ്ങളിൽ ഇവയും സ്കിൻ പിഗ്മെന്റേഷന് കാരണമാകാം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സ്കിൻ ഡാർക്ക് ആകാനുള്ള എല്ലാ കാരണവും വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് അല്ല. ഉദാഹരണത്തിന് കഴുത്തിലും കക്ഷത്തിലും സ്കിന്ന് കട്ടിയുള്ളതുപോലെ ഡാർക്ക് ആകുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കാരണങ്ങളും പരിശോധിക്കേണ്ടി വരാം. മുഖത്തെ പിഗ്മെന്റേഷൻ ആണെങ്കിൽ സൺ എക്സ്പോഷർ, റിപ്പീറ്റഡ് സ്കിൻ ഇറിറ്റേഷൻ, പഴയ ഇൻഫ്ലമേഷൻ, ചില കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ്, ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. അതുകൊണ്ട് സ്കിന്ന് ഡാർക്കായ ഉടനെ മൾട്ടിവിറ്റമിൻ, B12, അയൺ എന്നിവ സ്വയം വാങ്ങി കഴിക്കുന്നത് ശരിയായൊരു സൊല്യൂഷൻ അല്ല. എൻ്റെ അടുത്ത് ഇത്തരത്തിൽ പിഗ്മെന്റേഷനുമായി പേഷ്യൻസ് വരുമ്പോൾ കറുപ്പിന് മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത്. പിഗ്മെന്റേഷൻ എവിടെയാണ്, എപ്പോൾ തുടങ്ങി, മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടോ, ഡയറ്റ് എന്നിവ വിലയിരുത്തി ആവശ്യമെങ്കിൽ വൈറ്റമിൻ B12 ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് പരിശോധിക്കും. ഡെഫിഷ്യൻസി കണ്ടെത്തിയാൽ അത് ശരിയാക്കുകയും പിഗ്മെന്റേഷൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള ശരിയായ ട്രീറ്റ്മെൻറ്റ് നൽകുകയാണ് പ്രധാനം. ഒരു കാര്യം ഓർക്കുക: വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം പിഗ്മെന്റേഷൻ ആണെങ്കിൽ ക്രീം മാത്രം പുരട്ടിയാൽ യഥാർത്ഥ കാരണം മാറില്ല. ഡെഫിഷ്യൻസി ശരിയായി കറക്റ്റ് ചെയ്യുന്നതിനൊപ്പം ആവശ്യമായ സ്കിൻ കെയറും ട്രീറ്റ്മെൻറ്റും നൽകുമ്പോൾ സ്കിൻ ചേഞ്ചസ് പതുക്കെ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങും. നിങ്ങൾക്ക് മുഖത്തോ നക്കിൾസിലോ വായ്ക്ക് ചുറ്റുമോ സ്കിന്ന് ഡാർക്കായി വരുന്നുണ്ടോ? കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം സ്കിന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് വിശദമായി പറഞ്ഞുതരാം. ആ വീഡിയോ കാണാൻ ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ.